ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാന് മുകളിലൂടെ ഇന്ത്യൻ രജിസ്ട്രേഡ് വിമാനങ്ങൾക്ക് പറക്കാനുള്ള അനുവാദമില്ല എന്നുള്ളതുകൊണ്ട് ആക്ച്വലി ഒരുപാട് വിമാനങ്ങൾ ഡിലേ ആവുകയും അതിനോടൊപ്പം തന്നെ എക്സ്പെൻസ് കൂടുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. തിരിച്ച് ഇന്ത്യക്ക് മുകളിലൂടെ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് പറക്കാൻ നിയന്ത്രണമുള്ളതുകൊണ്ട് തെക്ക് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് പോകാനും നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിലൂടെയാണ് ന്യൂഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പറക്കുന്നത്. അതായത് ഗുജറാത്ത് വഴി അറബിക്കടലിന് മുകളിലൂടെ പിന്നെ ഇറാഖിൽ കയറി മെഡിറ്ററേനിയൻ സീയുടെ സൈഡിൽ കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും സാധാരണ രീതിയിലുള്ള നേർരേഖയിലാണ് ഭൂപടത്തിന് മുകളിലൂടെ വിമാനങ്ങൾ പറക്കുന്നത് എന്നുള്ളത്. അതായത് നമുക്കറിയാം എളുപ്പമുള്ള ദൂരം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നും അതിലൂടെ വിമാനങ്ങൾ സഞ്ചരിക്കുമ്പോഴാണ് ഏറ്റവും കുറച്ച് ദൂരം സഞ്ചരിക്കുക എന്നുമാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ സത്യം അതല്ല. ആകാശയാത്ര എന്ന് പറയുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ച് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വിമാനങ്ങൾ മിക്കവാറും നേർരേഖകളിൽ പറക്കാറില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പല വിഷയങ്ങളിലായിട്ട് നീണ്ടുപരന്ന് കിടപ്പുണ്ട്. ഫിസിക്സ്, ജിയോഗ്രഫി, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ടെക്നോളജി, പ്രപഞ്ചത്തിലെ മറ്റു ചില പ്രതിഭാസങ്ങൾ എന്നിവയൊക്കെ തന്നെ വിമാനത്തിൻ്റെ പാതയെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. സോ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വിമാനം വളഞ്ഞ വഴിയിൽ സഞ്ചരിക്കുകയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ കാരണം എന്തായിരിക്കാം എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? വിമാനത്തിൽ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, പലപ്പോഴും പല വിമാനങ്ങളുടെയും ഓരോ സീറ്റിന് പിന്നിലായിട്ട് ഇൻഫ്ലൈറ്റ് സ്ക്രീനിൽ റൂട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാനിടയുള്ളൊരു സാധ്യതയാണ് സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ലല്ലോ ഞാൻ ഈ ഇരിക്കുന്ന വിമാനം പറന്നു പോകുന്നത് എന്നുള്ളത്. സോ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ അതിൽ 2 കുത്തിടുന്നു. ഈ കുത്തുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് സത്യത്തിൽ ഈ 2 കുത്തുകളും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം. എൻ്റെ ഈ 2 വിരലുകൾ നോക്കിയാൽ മതി. പക്ഷേ നമ്മളിത് വളച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഈ പേപ്പർ വരയ്ക്കാൻ പറ്റുമോ? നിവർത്തി വയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പോലെ തോന്നും. പക്ഷേ ആക്ച്വലി പേപ്പർ വളഞ്ഞതുകൊണ്ട് അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, അത് കർവ്ഡ് ലൈനാണ്. ഇതുപോലെയാണ് ആകാശയാത്ര. അതായത് എയർപോർട്ടിൽ നിന്ന് വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അത് കറക്റ്റ് നമ്മൾ മാപ്പിലൂടെ കണക്ട് ചെയ്യുന്ന വരകൾക്ക് താഴെയുള്ള സ്ഥലത്തിന് മുകളിലൂടെ അല്ല പറക്കുന്നത്. നമ്മുടെ മാപ്പുകൾക്കൊരു പ്രത്യേകതയുണ്ട്. പണ്ടത്തെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു വലിപ്പത്തിലല്ല രാജ്യങ്ങളെയൊക്കെ നമ്മൾ കാണുന്നത്. ഭൂപടങ്ങൾ, 2D ഭൂപടങ്ങൾ എൻ്റെ ഈ പുറകു ഭാഗത്ത് കാണുന്ന ഗ്ലോബ് പോലെ അല്ല കാണപ്പെടുന്നത്. ഈ ഗ്ലോബ് എടുത്ത് നോക്കുന്ന സമയത്ത് അന്റാർട്ടിക്കയും ആർട്ടിക്കും അമേരിക്കയും റഷ്യയും ഒക്കെ തന്നെ യഥാർത്ഥ വലിപ്പത്തിൽ കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത് പരന്ന രൂപത്തിൽ ഇങ്ങനെ മേശപ്പുറത്ത് വയ്ക്കാൻ കഴിയുന്ന ചതുരാകൃതിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഭൂപടങ്ങളാണ്. അവിടെ ലോകത്തിൻ്റെ ശരിക്കുള്ള രൂപമല്ല കാണിക്കുന്നത്. അതുകൊണ്ട് വിമാനം പറക്കുന്നതിൻ്റെ ആ ഒരു റൂട്ട് വിശദീകരിക്കുന്നതിന് മുൻപ് ലോക ഭൂപടങ്ങളുടെ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം ഗ്രീൻലാൻഡിനെയും ആഫ്രിക്കയും എടുത്തുകൊണ്ട് താരതമ്യപ്പെടുത്തുക എന്നുള്ളതാണ്. പരന്നിരിക്കുന്ന നമ്മുടെ സാധാരണ ലോക ഭൂപടങ്ങളിൽ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ സ്വയംഭരണ പ്രദേശവും ആഫ്രിക്ക എന്ന് പറയുന്ന ഒരു എൻറ്റയർ കോണ്ടിനെൻറ്റും ആ ഒരു ഭൂഖണ്ഡവും ഏകദേശം ഒരേ വലിപ്പത്തിലാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഗ്രീൻലാൻഡ് ആഫ്രിക്കയേക്കാൾ 14 മടങ്ങ് ചെറുതാണ്. അത്രത്തോളം വലിയ ഒരുപാട് രാജ്യങ്ങളടങ്ങിയ ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. പക്ഷേ എന്തുകൊണ്ടാണ് മാപ്പിൽ ഇതുപോലെ 2 സ്ഥലങ്ങളും, അത് ഗ്രീൻലാൻഡും ആഫ്രിക്കയും ഒരുപോലെ തോന്നുന്നത്? അതിൻ്റെ വസ്തുത സത്യത്തിൽ നമ്മൾ ഈ ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഗ്ലോബിൽ കാണുന്നത് പോലെ ഈ ആക്സിസിൻ്റെ ഭാഗത്തേക്ക് ചുരുക്കാനുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ അത്രയ്ക്കുള്ളൊരു ഏരിയ ഒരു 2D മാപ്പിനകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പകരം താഴെയും മുകളിലും വലിച്ചു നീട്ടി ഇതിൻ്റെ ഉള്ളിൽ റെഡിയാക്കാനാണ് നോക്കുന്നത്. ഇതിൻ്റെ ചരിത്രം തേടി പോകണമെങ്കിൽ നമ്മൾ 16-ാം നൂറ്റാണ്ടിലോട്ട് തിരികെ പോകണം. 1569 ജെറാൾഡ് മെർക്കേറ്റർ എന്ന് പറയുന്ന ഒരാൾ സത്യത്തിൽ ലോകത്തിൻ്റെ ഭൂപടം തയ്യാറാക്കിയപ്പോൾ മെർക്കേറ്റർ പ്രൊജക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ പുതിയൊരു ടൈപ്പ് ഭൂപടം പുറത്തിറക്കുന്നത്. അത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ലോകത്ത് പല ഇനത്തിലുള്ള ഭൂപടങ്ങളുണ്ട്. നമ്മൾ ഈ കാണുന്ന ഗ്ലോബിൻ്റെ മുകൾ ഭാഗത്തുള്ള ഭൂപടങ്ങൾ ആലേഖനം ചെയ്ത പേപ്പർ വലിച്ചു കയറി നിവർത്തി വെച്ചാലൊന്നും നമുക്കതിനെ ഒരു 2D മാപ്പാക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായ രീതിയിൽ യൂറോപ്യന്മാർക്ക് ലോകത്തിനെ സഞ്ചരിച്ച് വരാനും അവരുടെ യാത്രകൾ ശരിയായ രീതിയിൽ വയ്ക്കാനും അതേസമയം യൂറോപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ വലിയ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാനും പറ്റുന്ന ഒരു പ്രൊജക്ഷനായിട്ട് കണ്ടപ്പോൾ മെർക്കേറ്റർ പ്രൊജക്ഷൻ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. നമുക്കറിയാം ഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞാൽ വെറും സ്പെറിക്കലല്ല, അത് ഒബ്ലേറ്റ് സ്പെറോയിഡ് എന്ന് പറയുന്ന ഒരു ആകൃതിയിലാണ് കാണപ്പെടുന്നത്. അതായത് ധ്രുവപ്രദേശങ്ങൾ കുറച്ചുകൂടി പരന്നിരിക്കുന്നൊരു രൂപം. അതുകൊണ്ട് തന്നെ ഉരുണ്ടതിനെ പരന്ന കടലാസിലേക്ക് മാറ്റുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നാവികർക്ക് ദിശ കൃത്യമായി അറിയാനുള്ളത് അല്ലെങ്കിൽ റംബ് ലൈൻസിന് വേണ്ടിയുള്ളതാണ് സത്യത്തിൽ ഇത്തരം മാപ്പുകൾ. ഭൂഖണ്ഡങ്ങളുടെയും രാജ്യങ്ങളുടെയും യഥാർത്ഥ വലിപ്പം വളച്ചൊടിച്ച് പ്രത്യേകിച്ച് ധ്രുവപ്രദേശങ്ങളോട് അടുത്ത സ്ഥലങ്ങളെ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്ത് കാണിച്ചിട്ടാണ് ഈ മാപ്പുകൾ ഉള്ളത്.
അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ രാജ്യം സാധാരണ ഭൂപടത്തിൽ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിൽ ആക്ച്വലി നമ്മുടെ രാജ്യത്തിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അത് ഭൂമധ്യരേഖയോട് ചേർന്ന് കാണുന്നതുകൊണ്ടാണ്. റഷ്യയ്ക്ക് ഈ കാണുന്ന അത്ര വലിപ്പമൊന്നുമില്ല, കാനഡയ്ക്ക് അത്രയും വലിയ വലിപ്പമൊന്നുമില്ല. വലിപ്പമുണ്ട്, പക്ഷേ അതെല്ലാം കമ്പയറബിൾ മാത്രമാണ് എന്നുള്ളതാണ്. ഇങ്ങനെ ഭൂപടങ്ങളിലുള്ള നുണകൾ നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ആകാശത്തിലെ നമ്മുടെ അറിവുകളും ഇതേപോലെ തെറ്റിദ്ധാരണയാണോ? അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ദ ഗ്രേറ്റ് സർക്കിൾ റൂട്ട് എന്നുള്ള പദം. പരന്ന ഭൂപടങ്ങളിലെ നേർരേഖകൾക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ ഗ്രേറ്റ് സർക്കിൾ റൂട്ട് എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ ദൂരം എപ്പോഴും നേർരേഖയല്ല. ഉദാഹരണത്തിന് ജപ്പാനിലെ ടോക്കിയോയിൽ നിന്നും അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് പറക്കുന്ന ഒരു വിമാനത്തിൻ്റെ കാര്യമെടുക്കുക. നിങ്ങൾ ഈ കാണുന്നത് പോലെയുള്ള ഒരു 2D മാപ്പ് എടുത്തതിന് ശേഷമാണ് അത് സമുദ്രത്തിൻ്റെ മുകളിലൂടെ എങ്ങനെ വിമാനം യാത്ര ചെയ്യുന്നു എന്ന് നോക്കുന്നത് എങ്കിൽ പസഫിക് സമുദ്രം അങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ്. അപ്പോൾ ജപ്പാനും അമേരിക്കയും തമ്മിൽ വലിയ ദൂരമുണ്ട്. ഇത്രയും ദൂരം കടലിന് മുകളിലൂടെ ജപ്പാനിൽ നിന്ന് പോകുന്ന വിമാനയാത്രയാണ്. സോ അത് ഭയങ്കര വെല്ലുവിളിയാണ്. ഇടയ്ക്ക് വെച്ച് വിമാനത്തിന് എന്തെങ്കിലും സംഭവിച്ചോ ഒന്ന് ലാൻഡ് ചെയ്യാൻ പോലും പറ്റില്ല. ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഗൂഗിൾ എർത്ത് എടുത്തിട്ടാണ് റൂട്ട് നോക്കുന്നതെങ്കിൽ നേർരേഖയിലല്ല ടോക്കിയോയിൽ നിന്നും ന്യൂയോർക്കിലേക്ക് ഒരു വിമാനം പറക്കുന്നത്. പകരം ആർട്ടിക് പ്രദേശത്തിനോട് ചേർന്നുകൊണ്ട് കുറച്ചധികം കർവ്ഡായിട്ട് പോകുന്നത് പോലെ തോന്നും. 2D മാപ്പിൽ നമ്മൾ വിചാരിക്കും എന്തിന് ഇത്രയും ദൂരം യാത്ര ചെയ്യണം. പക്ഷേ അലാസ്കയുടെ അടുത്തുകൂടി മുകളിലൂടെ വളഞ്ഞു പറക്കുന്ന പാതയാണ് സത്യത്തിൽ യഥാർത്ഥ ഭൂമിയിൽ, ഉരുണ്ട യഥാർത്ഥ ഭൂമിയിൽ ഏറ്റവും കുറഞ്ഞ ദൂരം ജപ്പാനും അമേരിക്കയും തമ്മിൽ. അപ്പോൾ ഈ ഗ്രേറ്റ് സർക്കിൾ റൂട്ടിന് ഒരു നിർവചനം തന്നെയുണ്ട്. ഒരു ഗോളത്തിൻ്റെ മുകളിലുള്ള 2 പോയിന്റുകൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഗ്രേറ്റ് സർക്കിൾ റൂട്ട് എന്ന് പറയുന്നത്. ഈ ഗോളത്തിൻ്റെ ഏറ്റവും സെൻറ്റർ ഭാഗമുണ്ടല്ലോ, ഭൂമിക്കൊരു കേന്ദ്രമുണ്ട്. അപ്പോൾ എല്ലാ ഗോളത്തിനും ഒരു കേന്ദ്രം ഉള്ളതുപോലെ ഭൂമിയുടെ കേന്ദ്രത്തെ അടിസ്ഥാനമാക്കി കടന്നു പോകുന്ന ഒരു കർവേച്ചറാണ് ഈ ഗ്രേറ്റ് സർക്കിൾ റൂട്ട് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഭൂമധ്യരേഖ ഒരു ഗ്രേറ്റ് സർക്കിളാണ്. അത് റൂട്ട് മാത്രമല്ല, ഒരു കംപ്ലീറ്റ് സർക്കിളാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ പരന്ന ഭൂപടത്തിൽ ഗ്രേറ്റ് സർക്കിൾ പാതകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വളഞ്ഞായിരിക്കും കാണപ്പെടുക. അതാണ് ജപ്പാനും അമേരിക്കയും തമ്മിലുള്ള റിയൽ റൂട്ട് വരയ്ക്കുമ്പോൾ അത് വളഞ്ഞു തോന്നുന്നത്. യഥാർത്ഥത്തിൽ അത് ആ രീതിയിലല്ല നമ്മൾ പെർസീവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കടന്നു വരുന്ന ചില ടെക്നിക്കൽ ടേമുകളുണ്ട്. ജിയോഡെസിക്സ് ഓൺ എ സ്ഫിയർ എന്ന് പറയും. ഭൂമിയുടെ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മളുടെ കണക്ക് കൂട്ടലുകളിൽ നമ്മൾ ഈ ജിയോയിഡ് ഷേപ്പിൻ്റെ ചില മാത്തമാറ്റിക്കൽ ഇക്വേഷനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. കുറച്ച് ചരിത്രപരമായിട്ടുള്ള വിശദീകരണങ്ങളിലേക്ക് കടന്നു വരാം. 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവുമാണ് നമ്മൾ ഇന്നീ കാണുന്ന രീതിയിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിന് കാരണമായത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ലോകത്ത് യൂറോപ്യന്മാരും അമേരിക്കക്കാരും നേടിയെന്ന് പറയുന്ന പല നേട്ടങ്ങൾക്ക് പിന്നിലും എക്സസീവായിട്ട് ഫണ്ട് ചെയ്തുകൊണ്ട് യുദ്ധസമയത്ത് അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ വലിയ കഥകളുണ്ട്. സോ 1-ാം ലോക മഹായുദ്ധ സമയത്ത് 2 ചേരിയിലും ഉണ്ടായിരുന്ന വിമാനങ്ങൾ പറത്തിയിരുന്ന പൈലറ്റുമാർ പലതരത്തിലുള്ള വളഞ്ഞ വഴികൾ മനസ്സിലാക്കുകയും സത്യത്തിൽ മാപ്പിലൂടെ കാണപ്പെടുന്ന റൂട്ടിനേക്കാൾ വളഞ്ഞ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് വേഗം എത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കി. ഇന്ന് അതേ റൂട്ട് തന്നെയാണ് ഏകദേശം എല്ലാ ദീർഘദൂര വിമാനങ്ങളും ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ധനം കുറച്ചുപയോഗിക്കുന്ന വളരെ പെട്ടെന്നെത്തുന്ന റൂട്ടുകളാണല്ലോ ഏറ്റവും നല്ലത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടെന്നറിയാം. അതുകൊണ്ടാണല്ലോ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് എയർ സ്പേസ് നിരോധിച്ചപ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന. എന്നാൽ 1983 സെപ്റ്റംബർ 1 കൊറിയൻ എയർലൈൻസ് ഫ്ലൈറ്റ് 007 KAL 007 ട്രാജഡി എന്ന് പറയും. ഈ ഒരു വിമാനം അതൊരു ബോയിങ് 747 വിമാനമായിരുന്നു. അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നും കൊറിയയിലെ സോളിലേക്ക് പറക്കുന്ന ഒരു സമയം അതിനുണ്ടായിരുന്ന ഒരു നാവിഗേഷണൽ തകരാറ് മൂലം അത് പറക്കുന്ന സമയത്ത് സോവിയറ്റ് യൂണിയൻ്റെ അനുവാദമില്ലാതെ അവരുടെ വ്യോമ മേഖലയിലേക്ക് കടന്നു പറന്നു. പൈലറ്റിൻ്റെ ചെറിയൊരു പിഴവാണ്. പക്ഷേ അന്ന് സോവിയറ്റ് വ്യോമസേന വളരെയധികം അലർട്ടായിട്ടിരിക്കുന്ന സമയമാണ്. കോൾഡ് വാർ പീക്കിൽ നിൽക്കുന്നു. അമേരിക്ക ഏത് സമയവും അവരുടെ മുകളിലേക്ക് പലതരത്തിലുള്ള പ്ലെയിനുകൾ വിട്ടുകൊണ്ട് സ്പൈ ചെയ്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ ടെക്നിക്കുകൾ ചോർത്താൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ന്യൂയോർക്കിൽ നിന്നൊരു വിമാനം വന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ വിചാരിച്ചു അത് ചാര വിമാനമാണെന്ന്. അവരുടെ ഡിഫൻസ് സിസ്റ്റം അതിനെ വെടിവെച്ചിട്ടു. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഏകദേശം 269 പേരാണ് ആ സംഭവത്തിൽ മരണമടഞ്ഞത്. പക്ഷേ അതിന് വലിയൊരു പ്രാധാന്യമുണ്ടായി. എയറോസ്പേസ് സോവറിനിറ്റി, അതായത് ഓരോ രാജ്യത്തിനും അവരുടെ അതിർത്തികൾക്കുള്ളിൽ ആകാശത്തിന് മേലുള്ള പൂർണ്ണ നിയന്ത്രണം എന്നൊരു കോൺസെപ്റ്റ് ഈ സംഭവത്തിന് ശേഷമാണ് കൂടുതൽ സ്ട്രോങ് ആയത്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ അനുവാദമില്ലാതെ അവരുടെ എയർ സ്പേസിലേക്ക് മറ്റേതെങ്കിലും വാഹനങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കളോ കടന്നു ചെന്നാൽ അത് വ്യോമ അതിർത്തി ലംഘിക്കുന്നതാണ് എന്നുള്ള അന്താരാഷ്ട്ര നിയമം വന്നു. അങ്ങനെ അനുവാദമില്ലാതെ വ്യോമ മേഖലയിൽ കടക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റവും യുദ്ധത്തിന് തന്നെ കാരണമാകാവുന്ന സംഭവമായി. അത് സിവിലിയൻ വിമാനമായാലും അത് ഏതെങ്കിലും തരത്തിലുള്ള നിരീക്ഷണ വിമാനമായാലും അബദ്ധത്തിൽ പോയതായാലും ഏത് രാജ്യത്തിൻ്റെ സ്പേസിലേക്കാണോ കയറിയത് ആ രാജ്യത്തിന് വെടിവെച്ചിടാനുള്ള അവകാശമുണ്ട്.
അതുകൊണ്ടാണ് പാകിസ്ഥാൻ എയർ സ്പേസ് നിരോധിച്ച സമയത്ത് ഇന്ത്യക്ക് അത് ഉപയോഗിക്കാൻ കഴിയാതെ വന്നത്. ഇനി ഒരു രാജ്യത്തിൻ്റെ എയർ സ്പേസിലൂടെ വിമാനം പറത്താൻ അനുവാദമുണ്ടെങ്കിലും ആ രാജ്യത്തിൻ്റെ സൈനിക താവളങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾക്ക് മുകളിലൂടെയുള്ള എയർ സ്പേസുകൾ, അങ്ങനെയുള്ള പ്രത്യേക വ്യോമ മേഖലകൾ അവർക്കുണ്ടായിരിക്കും. സ്പെഷ്യൽ യൂസ് എയർ സ്പേസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇവയെ നിയന്ത്രിത ഇടനാഴികൾ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് കോറിഡോർ എന്ന് പറയും. അപ്പോൾ ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അമേരിക്കയുടെ U-2 ചാരവിമാനങ്ങൾ വൻതോതിൽ സോവിയറ്റ് യൂണിയൻ്റെ മുകളിലൂടെ പറക്കുകയും സോവിയറ്റ് യൂണിയനിൽ നടക്കുന്ന ന്യൂക്ലിയർ വിന്യാസത്തെക്കുറിച്ചും അവരുടെ വിമാനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഡെവലപ്മെൻറ്റുകളെക്കുറിച്ചുമൊക്കെ കാര്യങ്ങൾ, അതായത് ഇൻഫർമേഷൻസ് സ്വരൂപിക്കാൻ വേണ്ടി CIA ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സത്യത്തിൽ കോൾഡ് വാർ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബോംബായിട്ടുള്ള സാർ ബോംബ പരീക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ പലതരത്തിലുള്ള നിയമങ്ങളും കരാറുകളും ലംഘിച്ചുകൊണ്ട് അമേരിക്ക സോവിയറ്റ് യൂണിയന് മേൽ ചാരനിരീക്ഷണം നടത്തിയത് കൊണ്ടാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് KAL 007 എന്ന് പറയുന്ന ദുരന്തം ഉണ്ടാകുന്നത്. ഇങ്ങനെ നാവിഗേഷൻ പിഴവുണ്ടായപ്പോൾ ലോക രാജ്യങ്ങൾക്കെല്ലാം തന്നെ വലിയ തോതിലുള്ള ആശങ്കയുണ്ടായി. അങ്ങനെ ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറി. അതിൻ്റെ ഫലമായിട്ട് അമേരിക്ക അന്ന് വരെ മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന GPS-നെ വ്യാപകമായിട്ട് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി കൊടുക്കാനായിട്ട് തയ്യാറായി. വ്യോമയാന മേഖലകളിൽ പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി. ഇതുപോലെയുള്ള സിവിൽ വിമാനങ്ങളെ തിരിച്ചറിയാൻ എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേക തരത്തിലുള്ള സംവിധാനങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ തുടങ്ങി. ഇനി വിമാനം പറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അത് കാലാവസ്ഥയാണ്, പ്രത്യേകിച്ച് കാറ്റ്. ഈ കാറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പദമാണ് ജെറ്റ് സ്ട്രീം. വിമാനങ്ങളെ പറക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്രതിഭാസമാണ് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. ഒരു ജാപ്പനീസ് ഗവേഷകനാണ് ജെറ്റ് സ്ട്രീം കണ്ടുപിടിച്ചതെങ്കിലും രണ്ടാം ലോക മഹായുദ്ധ സമയത്താണ് ഇത് ശ്രദ്ധ നേടുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ജപ്പാൻ്റെ ഫൂഗോ ബലൂൺ ബോംബുകൾ പലപ്പോഴായിട്ട് ജപ്പാനിൽ നിന്ന് പൊങ്ങിയതിനു ശേഷം ഈ ഹൈഡ്രജൻ ബോംബുകൾ പറന്ന് അമേരിക്കയിലേക്ക് ബോംബ് കൊണ്ടുപോയി പൊട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായി. ഇവിടെ വിമാനം ഉപയോഗിച്ച് പോലും പസഫിക് സമുദ്രം കടക്കാൻ കഴിയാത്ത സമയത്ത് പസഫിക് സമുദ്രം കടന്ന് ജപ്പാനിൽ നിന്ന് ബോംബ് ഉൾപ്പെടെയുള്ള ഒരു ബലൂൺ സംവിധാനം അമേരിക്കയിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബലൂണുകളുടെ ദൂരവും വേഗതയും ഒക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് യാദൃച്ഛികമായിട്ട് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്ന ഒരു സംവിധാനം കണ്ടെത്താൻ കാരണമായത്. ഈ ജെറ്റ് സ്ട്രീമിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. നമ്മുടെ അന്തരീക്ഷത്തിലെ വളരെ ഉയർന്ന ഭാഗങ്ങൾ, ഉദാഹരണത്തിന് ട്രോപ്പോസ്ഫിയറിൻ്റെ മുകൾ ഭാഗവും സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ഭാഗവും, അതായത് അവരുടെ ഒരു അതിർത്തി വരുന്ന ഭാഗത്ത് കാറ്റുകൾ അതിവേഗത്തിൽ അടിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷ വായു കൊണ്ടുള്ള പുഴയുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഈ കാറ്റ് ഏകദേശം മണിക്കൂറിൽ 200 മുതൽ 400 കിലോമീറ്റർ വേഗതയിൽ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തെങ്കിലും വസ്തു ജെറ്റ് സ്ട്രീമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകും. അതിൻ്റെ അർത്ഥമെന്ന് വെച്ചാൽ ഗുജറാത്തിൽ നിന്ന് നമ്മൾ വളരെ ഉയരത്തിലൊരു ബോംബ് വിട്ടാൽ, അത് ബലൂൺ ബോംബ് വിട്ട് കഴിഞ്ഞാൽ അത് മധ്യപ്രദേശ് വഴി ഝാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ വഴി നമ്മുടെ മിഡിൽ ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ട്രീമാണ് ജെറ്റ് സ്ട്രീം, അതും 200 കിലോമീറ്ററിലധികം വേഗതയിൽ. അപ്പോൾ ഈ ഒരു വേഗത കൊണ്ടാണ് ജപ്പാനിൽ നിന്നുള്ള ഫ്യൂഗോ ബോംബുകൾ പെട്ടെന്ന് ന്യൂയോർക്കിലേക്ക് എത്തിച്ചേരുക അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നതും വെല്ലുവിളിയായി മാറിയതും. വാസബുറോ ഉയീഷി എന്ന് പറയുന്ന ജാപ്പനീസ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ് ഔദ്യോഗികമായി ജെറ്റ് സ്ട്രീമുകൾ കണ്ടെത്തുന്നത്. 1920-കളിൽ ബലൂൺ പഠനങ്ങളിലൂടെയാണ് അദ്ദേഹം ഇത് കണ്ടെത്തിയതെങ്കിലും ഈ ഗവേഷണം പാശ്ചാത്യ ലോകം അക്കാലത്ത് ശ്രദ്ധിച്ചില്ല. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്കൻ ബോംബർ പൈലറ്റുമാർ ജപ്പാനിലേക്ക് വിമാനം പറത്തുമ്പോഴാണ് ഈ വ്യത്യാസം മനസ്സിലായത്. ഈ ഒരു കൃത്യമായ ഹൈറ്റിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ജപ്പാനിലേക്ക് പോകാൻ ഒരുപാട് സമയം വേണം. എത്ര സ്പീഡിന് പോയിട്ടും വിമാനത്തിന് സ്പീഡ് കിട്ടുന്നില്ല. എന്നാൽ തിരിച്ച് ജപ്പാൻ്റെ ഭാഗത്ത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിന് വളരെയധികം ഉപയോഗമുണ്ട്. കിഴക്കോട്ട് പറക്കുന്ന സമയത്ത് ഇത് വളരെയധികം സഹായകരമാണ്. അതായത് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു വിമാനം പോകുന്ന സമയത്ത് ജെറ്റ് സ്ട്രീമിൻ്റെ സഹായത്തോടു കൂടി കുറച്ച് ഇന്ധനം കൊണ്ട് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. സമയം, ഇന്ധന ലാഭം എന്നിവയാണ് ഏറ്റവും എളുപ്പത്തിൽ ജെറ്റ് സ്ട്രീം നൽകുന്ന പ്രത്യേകത. എന്നാൽ പടിഞ്ഞാറോട്ട് പറക്കുമ്പോൾ, അതായത് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുമ്പോൾ ജെറ്റ് സ്ട്രീം ഒഴിവാക്കി മാത്രമേ പറക്കാൻ പറ്റൂ. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാം, നിങ്ങൾ പ്രവാസിയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും വിമാന കമ്പനികൾക്ക് അവരിന് ടിക്കറ്റിൻ്റെ വില കുറയ്ക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇന്ധനം മാത്രം മതി വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ വിമാനത്തിൻ്റെ ഫുൾ പവർ എടുത്താൽ പെട്ടെന്ന് എത്തും. അതേസമയം ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ജെറ്റ് സ്ട്രീമിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതുകൊണ്ട് ഒന്നുകിൽ ജെറ്റ് സ്ട്രീമിൽ കടക്കാതെ പോകണം. അങ്ങനെ ഒഴിവാക്കി പറന്നു കഴിഞ്ഞാൽ ജെറ്റ് സ്ട്രീമിൻ്റെ സഹായമില്ലാതെ മാത്രമേ മിഡിൽ ഈസ്റ്റിലെത്താൻ പറ്റൂ. അങ്ങനെയാണ് വിമാനങ്ങൾ സാധാരണ പറക്കുന്നത്. അപ്പോൾ കാണാൻ പറ്റാത്ത കാറ്റിൻ്റെ ഹൈവേകളാണ് ജെറ്റ് സ്ട്രീം. വിമാനത്തിൻ്റെ ദിശ, അതിന് പറക്കാനാവശ്യമായിട്ടുള്ള സമയം, ഇന്ധന ചെലവ് എന്നിവയെ നിർണായകമായിട്ട് ഇത് സ്വാധീനിക്കുന്നുണ്ട്.
ഇത് മാത്രമല്ല, ഭൂമിയുടെ കറക്കവും വിമാനത്തിൻ്റെ പറക്കലിനെ സ്വാധീനിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോറിയോലിസ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഭൂമി കറങ്ങുന്നുണ്ടല്ലോ, ഈ കറക്കത്തിൻ്റെ സ്വാധീനം കൊണ്ട് അന്തരീക്ഷത്തിലുള്ള വസ്തുക്കൾക്ക്, അന്തരീക്ഷ വായുവിനുൾപ്പെടെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ചരിഞ്ഞ് പറക്കാനുള്ള ഒരു ത്വരയുണ്ടാവും, ഒരാഗ്രഹം ഉണ്ടാവും. ന്യൂഡൽഹിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്താൽ കൂടുതൽ സമയം നമ്മൾ വിമാനത്തിൽ ഇരിക്കേണ്ടി വരും. തിരിച്ച് ന്യൂയോർക്കിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് വടക്കേ യാത്രയാണെങ്കിലോ സമയം കുറവാണ്. ഇതിന് കാരണം ഹെഡ് വിൻഡ് മാത്രമല്ല, അതായത് നമ്മൾ നേരത്തെ കണ്ട ജെറ്റ് സ്ട്രീം മാത്രമല്ല, കോറിയോലിസ് എഫക്റ്റാണ്. എന്താണ് ഈ പ്രതിഭാസം? ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട്. ഇതുമൂലം ഭൂമിയുടെ മുകളിൽ സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക്, അത് വായു ആയാലും വെള്ളമായാലും വിമാനമായാലും, യാത്രാ വ്യതിയാനം സംഭവിക്കുന്നതായി കാണാം. ഇതിൻ്റെ യഥാർത്ഥ കാരണം, വസ്തുക്കൾ നേർരേഖയിൽ പോകാനായിട്ട് അന്തരീക്ഷത്തിലൂടെ ശ്രമിക്കുമ്പോൾ ഭൂമിയുടെ പ്രതലം കറങ്ങുന്നുണ്ടല്ലോ, ഈ കറക്കം വ്യത്യസ്തമായൊരു എഫക്റ്റ് ഉണ്ടാക്കും. ഉത്തരധ്രുവത്തിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ മുകളിൽ നിന്ന് ഉത്തരധ്രുവം നോക്കിക്കഴിഞ്ഞാൽ ഭൂമി കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഘടികാര സൂചിയുടെ എതിർദിശയെ കറങ്ങുന്നത് കൊണ്ട് ഉത്തരധ്രുവത്തിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് പോകുന്ന വസ്തു വലത്തോട്ട് തിരിയും. ഇനി താഴെ നിന്ന് മുകളിലോട്ട് നോക്കുക. ദക്ഷിണധ്രുവത്തിലേക്ക് നോക്കുമ്പോൾ അത് ഒരു ഘടികാരം കറങ്ങുന്ന അതേ ദിശയിൽ, ക്ലോക്ക് വൈസ് ദിശയിലാണ് കറങ്ങുന്നത്. അതുകൊണ്ട് ദക്ഷിണധ്രുവത്തിൽ നിന്ന് ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് വരുന്നൊരു വസ്തു ഇടത്തോട്ട് തിരിയും. ഇങ്ങനെയാണെങ്കിൽ ദീർഘദൂര വിമാനങ്ങൾ പറക്കുന്ന സമയത്ത് ഈ ഒരു പ്രഭാവം കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ സ്പീഡും അതിൻ്റെ മറ്റു കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഭൂമിയുടെ കറക്കം ഒരു പരിധി വരെ നമുക്ക് വിമാനം പറക്കുന്നതിനുള്ളൊരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കിഴക്കോട്ട് പറക്കുമ്പോൾ ഭൂമിയുടെ കറക്കം നമ്മളെ ഒരു വിധത്തിൽ സഹായിക്കുന്നു, പടിഞ്ഞാറോട്ട് പറക്കുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാകും. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ഉണ്ട്. ജെറ്റ് സ്ട്രീമിൻ്റെയും കോറിയോലിസ് എഫക്റ്റിൻ്റെയും കമ്പൈൻഡ് എഫക്റ്റ് ചേർന്നാണ് നമ്മൾ യാത്രാ സമയത്തിൽ വ്യത്യാസമുണ്ടാക്കി ഇന്ധനം കുറച്ചുകൊണ്ട് വിമാനം പറപ്പിക്കുന്നത്. അതൊരു ഫിസിക്സാണ്. പക്ഷേ ഇതൊക്കെ പറയുന്ന സമയത്തും നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു വലിയ വെല്ലുവിളിയാണ് MH370 എന്ത് സംഭവിച്ചു എന്നുള്ളത്. ലോകത്തിലെ വിമാന ദുരന്തങ്ങളിൽ ഏറ്റവും ദുരൂഹമായൊരു സംഭവമാണ് മലേഷ്യൻ എയർലൈൻസ് MH370 2014 മാർച്ച് 8 ക്വാലാലംപൂരിൽ നിന്ന് ബീജിംഗിലേക്ക് പറക്കുന്ന സമയത്ത് 239 യാത്രക്കാരും ജീവനക്കാരുമായിട്ട് കാണാതായ സംഭവം. റഡാറിൽ നിന്ന് ആ വിമാനം പെട്ടെന്ന് അപ്രത്യക്ഷമായി. എന്താണ് നിലവിലെ സ്ഥിതി? എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും അവശിഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കിട്ടിയെന്നും കിട്ടിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. വിമാനയാത്രയുടെ സുരക്ഷ, ഒരു വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രാക്കിംഗ് സംവിധാനം, ഒരു വിമാനം പറക്കുന്ന വ്യോമപാതകൾ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കോറിഡോർസിനെ കുറിച്ചുള്ള അറിവ്, എയർ ട്രാഫിക് കൺട്രോൾ സോണുകൾ തമ്മിലുള്ള വിവര കൈമാറ്റങ്ങൾ, ഉപഗ്രഹ നിരീക്ഷണങ്ങൾ കിട്ടാത്ത സ്ഥലങ്ങൾ. അതായത് ഒരു വിമാനം പറക്കുന്ന സമയത്ത് നമുക്കിപ്പോഴും ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ചില സ്ഥലങ്ങളെക്കുറിച്ച് അറിവില്ല എന്ന് വെച്ചാൽ നമുക്കത് പഠിക്കാൻ പാടാണ്. ഒരു വിമാനം പറന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു പർട്ടിക്കുലർ ട്രാക്കിലൂടെ പോകുന്നു എന്നേ പറയാൻ പറ്റൂ. അതെന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാൻ വളരെ ബുദ്ധിമുട്ടുള്ള വലിയൊരു സ്ഥലമാണ് ഭൂമിയുടെ അന്തരീക്ഷം. അങ്ങനെ MH370 കാണാതായതിൻ്റെ ഫലമായിട്ട് ഇത്രയധികം സാങ്കേതിക വിദ്യയുള്ള കാലത്തും ഒരു വിമാനം തുമ്പില്ലാതെ അപ്രത്യക്ഷമായത് എല്ലാവരും ഞെട്ടിച്ചു. അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ട്രാക്കിംഗ് സംവിധാനത്തെ റിയാക്റ്റീവ് എന്നതിൽ നിന്നും പ്രോ ആക്റ്റീവ് ആക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായതായിട്ട് മനസ്സിലായി. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി? തത്സമയമായിട്ടുള്ള ട്രാക്കിംഗ്, അതായത് റിയൽ ടൈം വിമാനങ്ങൾ ഏത് റൂട്ടിൽ കൂടെ പോകുന്നു എന്ന് സ്കാൻ ചെയ്ത് അപ്പോൾ അതെങ്ങോട്ടാണോ പോകുന്നത് അവിടെയും എവിടെ നിന്നാണോ പോയത് അവിടെയും എത്തിച്ചേരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടായി. മാത്രമല്ല ഓട്ടോമാറ്റിക്കായിട്ട് വിവരങ്ങൾ അറിയിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളും ഇൻഫർമേഷൻ പാസിങ്ങും സംഭവിക്കണം എന്നുള്ള നിയമങ്ങളും കർശനമാക്കി. പക്ഷേ തന്ത്രപ്രധാനമായിട്ടുള്ള വ്യോമപാതകളും വിമാന റൂട്ടുകളും സൈനിക രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാകുന്നത് വിമാനം പറക്കലിന് വലിയ വെല്ലുവിളിയാണ് ഇപ്പോഴും ഇന്നും. അതായത് ഉദാഹരണത്തിന് ദക്ഷിണ ചൈന കടലാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും കൂടുതൽ യുദ്ധ സാഹചര്യമുള്ള ഒരു കടൽ പ്രദേശം. ചൈനയുടെ കിഴക്ക് ഭാഗം, അതായത് ജപ്പാൻ, സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെ കുറേ രാജ്യങ്ങളും ചൈനയ്ക്കും ഇടയിലുള്ളൊരു പ്രദേശത്തെയാണ് ദക്ഷിണ ചൈന കടലെന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക്കലി എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ തീരത്ത് നിന്ന് ഇത്ര നോട്ടിക്കൽ മൈൽ ദൂരെ വരെ അവരുടെ കടലിൻ്റെ ഭാഗമാണ്. അത് കഴിഞ്ഞുള്ളത് അന്താരാഷ്ട്ര സമുദ്രമാണ്. എന്നാൽ ദക്ഷിണ ചൈന കടലിൻ്റെ കാര്യത്തിൽ ചൈന പറയുന്നത് ഈ ദക്ഷിണ ചൈന കടലിൻ്റെ 90% അവർക്കുള്ളതാണെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾക്കതൊരു ഭീഷണിയാണ്. അവിടെ ചൈന തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ ഒരു സ്വന്തം ദ്വീപ് മണ്ണിട്ടുണ്ടാക്കുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കൂ. ഒന്നല്ല, പലതരത്തിലുള്ള ദ്വീപുകളെ ചൈന ആർട്ടിഫിഷ്യലി ദക്ഷിണ ചൈന കടലിൽ ഉണ്ടാക്കുന്നുണ്ട്. കാരണം സ്വന്തം ദ്വീപാണെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ള കുറേ കടൽ കൂടി സ്വന്തമാവുമല്ലോ. അങ്ങനെ ചൈന ഉണ്ടാക്കിയെടുത്ത ഒരു ദ്വീപാണ് സ്പ്രാറ്റ്ലി ദ്വീപ സമൂഹം. ഒന്നല്ല, ഒന്നിലധികം ദ്വീപുകൾ.
ഇങ്ങനെ ഉണ്ടാക്കുന്ന കൃത്രിമ ദ്വീപുകളിൽ ആളുകളൊന്നും താമസിക്കില്ല. പക്ഷേ വിമാനത്താവളങ്ങൾ, സൈനിക സംവിധാനങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിലവർ ഏർപ്പെടുത്തുകയും ആ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന രാജ്യങ്ങളെയും വിമാനങ്ങളെയും ഭീഷണിപ്പെടുത്തുകയും തങ്ങളുടെ പ്രദേശമാണെന്ന് അവകാശപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അന്താരാഷ്ട്ര വ്യോമയാന പാതയുണ്ട്. അതായത് ഒരു രാജ്യത്തിനും അവകാശപ്പെടാത്ത കടലിൻ്റെയൊക്കെ മുകളിലൂടെയുള്ള സ്ഥലങ്ങൾ. അതിലേക്കൂടെ ഏത് രാജ്യത്തിനും വിമാനം പറത്താം. പക്ഷേ അവിടെ കൊണ്ടുവന്ന് ദ്വീപുണ്ടാക്കുമ്പോൾ ആ ദ്വീപിൻ്റെ മുകൾ ഭാഗം ഈ ദ്വീപുണ്ടാക്കിയ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാകും എന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ പ്രേത വിമാനത്താവളങ്ങൾ സാധാരണ വ്യോമയാനത്തിൻ്റെ മറവിൽ സൈനിക താവളങ്ങളായി മാറുകയും മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ വിമാനങ്ങൾ ദക്ഷിണ ചൈന കടലിന് മുകളിലൂടെ പറക്കുമ്പോൾ ഈ അന്താരാഷ്ട്ര സർവീസുകൾ തൻ്റെ ദ്വീപിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് എന്ന് ചൈന പറയുകയും ചെയ്യും. അതിനാൽ പലപ്പോഴും പല രാജ്യങ്ങളുടെ വിമാനങ്ങൾക്കും വഴിമാറി പറക്കേണ്ടി വരികയും ഇന്ധനനഷ്ടവും സമയനഷ്ടവും ഉണ്ടാവുകയും ചെയ്യുന്നു. തർക്കപ്രദേശങ്ങൾക്ക് മുകളിൽ നോ ഫ്ലൈ ബബിൾ എന്ന് പറയുന്ന ഒരു ഏരിയ ഇത്തരം രാജ്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത് ഒരു ധാർമ്മികമായിട്ടുള്ള ചോദ്യം ഉണ്ടാക്കുന്നുണ്ട്. സാധാരണക്കാരുടെ യാത്ര രാഷ്ട്രീയ കളികളുടെ കരുക്കളായി മാറുന്നത് ശരിയാണോ? ആളുകൾക്ക് എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഈ അതിർത്തികളുടെ പേരും ഈ അവകാശവാദവും രാഷ്ട്രീയ ബലാബലവും പറയേണ്ട കാര്യമുണ്ടോ? ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശബ്ദത്തിൻ്റെ ലിമിറ്റ്. അതായത് ഭൂപടത്തെ മാറ്റിമറിച്ച ഒരു സംഭവം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകുന്ന വിമാനങ്ങളുടെ കണ്ടെത്തൽ. ഇന്ന് പല രാജ്യങ്ങളുടെയും കയ്യിലുള്ള യുദ്ധവിമാനങ്ങൾക്ക് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. മാക് എന്ന് പറയുന്ന നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. മാക് 1 എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ അതേ വേഗതയിൽ പോവുക. മാക് 2 എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ ഇരട്ടി വേഗത. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാർക്ക് ശബ്ദത്തിനേക്കാൾ കൂടിയ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വിമാനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യമാണ് വ്യോമയാന രംഗത്തൊരു വിപ്ലവം ഉണ്ടാക്കിയത്. അത് ബ്രിട്ടനും ഫ്രാൻസും സംയുക്തമായി ഉണ്ടാക്കിയ കോൺകോർഡ് വിമാനങ്ങളായിരുന്നു. എന്നാൽ കോൺകോർഡ് വിമാനങ്ങൾ ഒരിക്കലും എയർപോർട്ടിൽ നിന്ന് പൊങ്ങിയിട്ട് ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകാൻ കഴിയില്ല. കാരണം സോണിക് ബൂം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. വിമാനം ശബ്ദവേഗതയെ മറികടക്കുമ്പോൾ വായുവിൽ ശക്തമായ മർദ്ദതരംഗങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് കടലിന് മുകളിലൂടെ മാത്രമേ അതിന് സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വലിയ ശബ്ദത്തോടെയുള്ള സ്ഫോടനം പോലെ തോന്നുകയും ജനവാസ സ്ഥലങ്ങളിൽ ആളുകൾക്ക് ചെവിക്ക് പ്രശ്നമുണ്ടാവുകയും ജനലുകൾ പൊട്ടിപ്പോവുകയും ചെയ്യുന്ന വിഷയങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് അത് പറക്കുന്നതിൽ നിന്നും രാജ്യങ്ങൾ വിലക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. വളരെ വേഗത്തിൽ നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും എത്താം. പക്ഷേ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളൊരു പ്രശ്നം. ഇനി നമ്മൾ ഫൈനലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആകാശത്തിലെ ഹൈവേകളെക്കുറിച്ചാണ്. അതായത് എയർവേസ് അല്ലെങ്കിൽ വേ പോയിൻറ്റുകൾ. ലോകത്ത് പല സങ്കീർണമായിട്ടുള്ള പാതകളും ഉണ്ട്. ഇപ്പോൾ റോഡുകളെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ക്ലിയറാണ്. നമുക്ക് പോകുന്ന റൂട്ട്, അതിൻ്റെ സിഗ്നൽ ബോർഡുകൾ, അത് കൃത്യമായി ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ ചെക്ക് പോയിൻറ്റുകൾ, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. റെയിൽവേ ആണെങ്കിലും അങ്ങനെയാണ്. കപ്പലാണെങ്കിലും ആകാശത്തൂടെ പോകുന്നതിനേക്കാൾ കുറച്ചുകൂടെ ക്ലിയറാണ്. എന്നാൽ ആകാശത്തും വിമാനങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഹൈവേകളുണ്ട്. അതിൻ്റെ പേരാണ് എയർവേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേ പോയിൻറ്റുകൾ. ഭൂമിശാസ്ത്രപരമായി കൃത്യമായി അടയാളപ്പെടുത്തിയ പോയിൻറ്റുകൾ ആകാശത്ത് 3D രൂപത്തിലുണ്ട്. അക്ഷാംശം, രേഖാംശം, അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള ഉയരം, അതായത് ആൾട്ടിറ്റ്യൂഡ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ നാവിഗേഷൻ സിസ്റ്റം ലോകരാജ്യങ്ങൾ ഉപയോഗിക്കുന്നത്. ARINC 424 എന്ന് പറയുന്ന നാവിഗേഷൻ ഇൻഫർമേഷനാണ് സത്യത്തിൽ ഇപ്പോഴുള്ളൊരു സ്റ്റാൻഡേർഡ്. അതായത് വിമാനങ്ങളുടെ ഫ്ലൈറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള അന്തരീക്ഷത്തിലൂടെ വിമാനം പറക്കുന്ന സമയത്ത് വേ പോയിൻറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ GPS-ൻ്റെയും RNAV എന്ന് പറയുന്ന ഏരിയ നാവിഗേഷൻ സംവിധാനത്തിൻ്റെയും സഹായത്തോടു കൂടി ഡിജിറ്റൽ പാതകളിലൂടെയാണ് ഇപ്പോൾ എല്ലാ വിമാനങ്ങളും കൃത്യമായി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിമാനം ഒരു പ്രത്യേക ട്രാക്ക് തിരഞ്ഞെടുത്താൽ മറ്റൊരു വിമാനം അതിലൂടെ പോവുക സാധ്യമല്ല. അങ്ങനെ പല തട്ടുകളായി 3D രൂപത്തിൽ പരസ്പരം മുറിച്ചു കടന്നു പോകുന്ന ഹൈവേകൾ പോലെയാണ് ഇത്തരം ശൃംഖലകൾ അന്തരീക്ഷത്തിൽ രൂപീകരിച്ചുണ്ടാക്കിയിട്ടുള്ളത്. ചോദ്യം, ഈ റൂട്ടിൻ്റെയും ഈ പോകുന്നതിൻ്റെയൊക്കെ ഉടമ ആരാണ്? ഇൻ്റർനെറ്റിൻ്റെ ഓണർ ആരാണെന്ന് ചോദിക്കുന്ന പോലെയാണ്. സത്യത്തിൽ അങ്ങനെ ആർക്കും ഇതിൻ്റെ ഉടമസ്ഥ അവകാശമൊന്നുമില്ല. ലോകരാജ്യങ്ങൾ പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഓരോ റൂട്ടുകൾ തിരഞ്ഞെടുത്ത് പോകുന്നതിന് പകരം ഏകീകൃതമായിട്ടുള്ള ഒരു വേൾഡ് റൂട്ട് എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് വിമാനം പറത്തുന്നു എന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംവിധാനത്തോടു കൂടി അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം പഠിക്കുകയും മറ്റ് വിമാനങ്ങളുടെ ട്രാക്ക് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ കാറ്റിൻ്റെ വേഗതയും ഇന്ധനത്തിൻ്റെ വിലയും എയർ ട്രാഫിക് തിരക്കും പറക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുമൊക്കെ മനസ്സിലാക്കി സ്വയമേ റൂട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അത് റീഡയറക്റ്റ് ചെയ്താണ് പൈലറ്റുമാർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് പ്രത്യേക ഓപ്പറേറ്റർമാരുടെ സഹായത്തോടു കൂടി ഇതൊന്ന് ഫാക്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് ഈ AI കൊടുത്ത ഒരു ട്രാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് മിക്ക വിമാനങ്ങളും ഇപ്പോൾ വളരെ എളുപ്പത്തിലുള്ള രീതിയിൽ പറക്കുന്നത്. തെറ്റ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ എങ്കിലും മനുഷ്യൻ്റെ ഒരു കണ്ണെപ്പോഴും ഉണ്ടാകും. വിമാനങ്ങൾ പറക്കുന്നതിൽ ഏറെക്കുറെ കുഴപ്പമുണ്ടാക്കുന്നൊരു വലിയ പ്രശ്നമാണ് സൗരക്കാറ്റ്. ഉദാഹരണത്തിന് 2003 ഹാലോവിൻ സൗരക്കാറ്റ് ശക്തിയുള്ള സൗരജ്വാലകൾ സൂര്യനിൽ നിന്നും
ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലേക്ക് വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി. അന്ന് പറന്നുകൊണ്ടിരുന്ന ഏകദേശം 26ഓളം വിമാനങ്ങൾ ധ്രുവപ്രദേശത്തിലൂടെ പോകുമ്പോൾ വഴിമാറി പോകുന്ന രീതിയിലേക്കുള്ള ഇലക്ട്രിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഭൂമിയുടെ അയണോസ്ഫിയറിൽ ഇത്തരം സൂര്യനിൽ നിന്ന് വരുന്ന ഹൈ ഫ്രീക്വൻസി റേഡിയേഷനുകൾ എത്തിക്കഴിഞ്ഞാൽ അത് ആശയവിനിമയത്തെ ബാധിക്കുകയും വിമാനത്തിൽ ബ്ലാക്ക് ഔട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അതിലൂടെ വിമാനങ്ങൾക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയും ഉണ്ട്. അതായത് ഈ വിമാനം എന്ന് പറയുന്നത് അത്രത്തോളം സുരക്ഷിതമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ പറയുമ്പോഴും അതിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എന്നതാണ് ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സംക്ഷിപ്ത രൂപം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അല്പം വേഗത്തിൽ സംസാരിച്ചതിന് കാരണം ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അതുവരെ